ചങ്ങനാശ്ശേരി പെരുന്ന NSS ആസ്ഥാനത്താണ്. എന്നാൽ അവിടെ ഒരു പുഷ്പാർച്ചന നടത്താൻ പോലും കാലങ്ങളായി മന്നത്ത് പത്മനാഭൻ ആചാര്യൻ്റെ കുടുംബാംഗങ്ങൾ എത്താറില്ല. അതിലൊരു സാന്നിധ്യം അവർക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്ന ബോധ്യമായി. അതിനുശേഷം അങ്ങോട്ട് പോകാറില്ല. അപ്പോൾ ഇവരുടെ ജന്മദിനം ജനങ്ങളെ ആഘോഷിക്കുന്നത് കണ്ട് സന്തോഷിക്കാനേ നമുക്ക് പറ്റിയിട്ടില്ല. നമ്മൾ അവിടെ ചെല്ലേണ്ട കാര്യമില്ലെന്ന് അവരും വിചാരിച്ചു. നമ്മുടെ അപ്പൂവൻ്റെ സമാധിയിൽ പോയി നമുക്കൊന്ന് വന്ദിക്കണമെങ്കിൽ വേറൊരാളുടെ അനുവാദം വേണമെങ്കിൽ പിന്നെ എന്നിട്ട് അങ്ങനെ പോകുന്നു. എന്ത് വേണമെന്നോ അല്ലെങ്കിൽ എന്താണെന്നൊന്നും സംസാരിക്കാതെ വിശദമായിട്ട് കുഴമ്പം തേച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക ഈ സുകുമാരൻ നായർ. സമുദായത്തിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം അത് ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ നമ്മൾ ഈ കണ്ട പോലെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതാണ്. കാരണം അവർക്ക് അവിടെ ഒരു പുഷ്പാർച്ചന പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് വളരെയേറെ വേദന ഉണ്ടാക്കുന്നു. അപ്പം അവർക്കതാണ് വിഷമെങ്കിൽ സാധാരണക്കാരൻ ഞങ്ങളുടെ അവസ്ഥ എന്താണ്? നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ ആചാര്യൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ കൂടിയായ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ സ്മരണകൾ ഉറങ്ങുന്നത് ചങ്ങനാശ്ശേരി പെരുന്ന NSS ആസ്ഥാനത്താണ്. എന്നാൽ അവിടെ ഒരു പുഷ്പാർച്ചന നടത്താൻ പോലും കാലങ്ങളായി മന്നത്ത് പത്മനാഭൻ ആചാര്യൻ്റെ കുടുംബാംഗങ്ങൾ എത്താറില്ല. അതിലൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. ഒരിക്കൽ കുടുംബാംഗങ്ങളിൽ ഒരാൾ അവിടെ എത്തുകയും മണിക്കൂറുകൾ കാത്തു നിന്നിട്ടും പുഷ്പാർച്ചന നടത്തുന്നതിനായി തുറന്നു നൽകിയില്ല എന്നൊരു ആരോപണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുമകനായ ഡോക്ടർ P. ബാലചന്ദ്രൻ ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ച് നായർ ഐക്യവേദി സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയത്. ഇപ്പോൾ NSSനെ പറ്റി ഭരണസമിതിക്കെതിരെ വലിയ ആരോപണങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ആ അനുഭവവും നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഡോക്ടർ P. ബാലചന്ദ്രനൊപ്പം ഞാനുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ഇപ്പോൾ NSS ആസ്ഥാനത്തിലേക്ക് പോകാറില്ല? ഇല്ല, കുറേ നാളായി പോയിട്ട് നമ്മുടെ സാന്നിധ്യം അവർക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്ന ബോധ്യമായി. അതിനുശേഷം അങ്ങോട്ട് പോകാറില്ല. എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണേലും ഞങ്ങൾ കുടുംബത്തിലാരും അറിയിക്കുകയോ നമ്മൾ അങ്ങ് സഹകരിക്കുകയോ ചെയ്യാറില്ല. അവർക്കും അതാ സന്തോഷം. ഈ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ പോയിട്ടില്ല, പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പോയിട്ടുള്ളതല്ലാതെ ഞാൻ മെഡിക്കൽ കോളേജിൽ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ഇവിടെ ജോലി ചെയ്തതിന് ശേഷം പോയിട്ടേയില്ല. അപ്പോൾ ഇവരുടെ ജന്മദിനം ജനങ്ങളെ ആഘോഷിക്കുന്നത് കണ്ട് സന്തോഷിക്കാനേ നമുക്ക് പറ്റിയിട്ടില്ല. നമ്മൾ അവിടെ ചെല്ലേണ്ട കാര്യമില്ലെന്ന് അവരും വിചാരിച്ചിട്ട് പ്രാർത്ഥനയൊക്കെ നടത്താൻ സാധിക്കാറില്ല. ഇല്ല ഇല്ല. അമ്മാവൻ പോയിട്ട് കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അകത്തോട്ട് കയറണമെങ്കിൽ അവിടെ ഇയാളുടെ പെർമിഷൻ വേണം. നമ്മുടെ അപ്പൂവൻ്റെ സമാധിയിൽ പോയി നമുക്കൊന്ന് വന്ദിക്കണമെങ്കിൽ വേറൊരാളുടെ അനുവാദം വേണമെങ്കിൽ പിന്നെ എന്നിട്ട് അങ്ങനെ പോകുന്നു. നമുക്ക് വീട്ടിലുള്ള പടത്തിന് മുമ്പിൽ അർപ്പണങ്ങൾ ചെയ്താൽ മതിയല്ലോ. അല്ല മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഈശ്വരസന്നിധി പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ നമ്മുടെ വീട് മതി. അല്ലാതെ മധ്യേ നിന്നുകൊണ്ട് പൂവെറിയുകയും ആളുകളെ കാണിച്ച് ഫോട്ടോ എടുത്ത് പത്രം ഇടേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തിനോടുള്ള സ്നേഹവും ബഹുമാനം എപ്പോഴും ഉണ്ട്. അതിന് ഇത്രയും പ്രകടനങ്ങളൊന്നും ഒരാവശ്യമില്ലെന്ന് ഞാനും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും എല്ലാവരും കരുതുന്നു. അമേരിക്കയിൽ നിന്ന് അമ്മാവൻ വന്നപ്പോൾ എന്താണ് അനുഭവം ഉണ്ടായത്? അദ്ദേഹം തന്നെ വല്ലപ്പോഴൊക്കെ വരാറില്ല, 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോൾ. അമ്മായിയോടെ വർഷങ്ങളായി ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറുമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം മക്കളെയും കൂട്ടി ഒരു മോളും ഒരു മോനും ഉണ്ട്. മോന് പിന്നെ സിനിമയിൽ വലിയ കൊമേഡിയനാണ്. അവർ വന്ന് അപ്പൂപ്പൻ്റെ സന്നിധിയിൽ വന്ന് പുഷ്പാർച്ചന ചെയ്തിട്ട് പോകണമെന്ന് ഇതൊന്നും ഇവിടുത്തെ പൊളിറ്റിക്സ് ഒന്നും അറിഞ്ഞുവിടാം വന്നു. അവൻ അവിടെ ചെന്നപ്പം അവിടെ കാവൽ നിൽക്കുന്ന ആൾ പറഞ്ഞ് അനുവാദം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അനുവാദം ഇല്ലയെന്നും എന്നാൽ ഞാൻ പോയി അനുവാദം മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് അകത്തോട്ട് പോയി. ഈ ഇന്ത്യയിൽ ഡോക്ടർമാരെല്ലാം റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയല്ല, ഗവൺമെൻറ് അതോറിറ്റിയുടെ ചീഫാണ് അമ്മായി ഡോക്ടർ സുശീല കുമാർ. ആ അമ്മായി 2 മക്കളും അമ്മാവനും മണിക്കൂറുകളവിടെ കാത്തു നിന്നു. ആ പോയ മനുഷ്യൻ സെക്യൂരിറ്റി ഓഫീസർ തിരിച്ചു വന്നേയില്ല. അവർ ഡെലിബറേറ്റായിട്ട് അത് കയറ്റാൻ ഉദ്ദേശിക്കുമെന്ന് അതിൻ്റെ എവിഡൻസ് ആയിരുന്നു അത്. അതിനുശേഷം അമ്മാവന് വലിയ സങ്കടമായിട്ട് അത് അവിടെ ഇരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു. ഞാനതിൻ്റെ തീരുമാനം അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ കയറിയിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴത്തേക്ക് അങ്ങനെ
അവിടെ ഒരു പേടിയൊക്കെ ആയി. അപ്പം പുള്ളിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന എൻ്റെ കുഞ്ഞമ്മയുടെ മകനുണ്ട് ട്രിവാൻഡ്രത്ത്, MG കോളേജിൽ പ്രിൻസിപ്പലായിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നീ അതിനകത്തോട് ഇടപെടണം. അപ്പം പുള്ളി പ്രിൻസിപ്പലായിട്ടിരിക്കില്ലേ, അപ്പോൾ പ്രശ്നം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പുള്ളി അമ്മോനോട് പറഞ്ഞു നമുക്ക് പിന്നെ ഒരു ദിവസം പോകാം, ഇപ്പം ആളുകളൊക്കെ വന്ന് അന്വേഷിക്കുകയും വെള്ളം ഉണ്ടാക്കി നമുക്ക് ഇവിടെ അല്ലേ നാണക്കേടെന്ന് പറഞ്ഞ് അത് ഒഴിവാക്കി. അത് ഒഴിവാക്കിയില്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾ അപ്പോഴേ ശരിയായിരുന്നു. അടുത്തിപ്പം ബന്ധുക്കളൊക്കെ താമസിക്കുന്നുണ്ടല്ലോ അവിടെ? എന്നോട് കുടുംബത്തിൽ എൻ്റെ വേറൊരു മകനാണ് മരിച്ചുപോയി, എയർ വൈസ് മാർഷലായിട്ട് റിട്ടയർ ചെയ്തു. അമ്മയുണ്ട്, മക്കൾ മൂത്ത മോൾ പിന്നെ UK രണ്ടാമത്തെ മോൾ US അമ്മയുടെയൊക്കെ പോവും. അല്ലാത്ത സമയത്തൊക്കെ ഇവിടെ കാണും. തൊട്ടടുത്ത് ഒരു വഴിയുടെ മന്മൻ റോഡിന് അപ്പുറത്ത് എന്നെ വന്ന് കുടുംബം ലക്ഷ്മി സത്യൻ. പിന്നെ എൻ്റെ അമ്മയുടെ വീടും തൊട്ടടുത്ത് അപ്പുറത്താണ്. എൻ്റെ ബ്രദറിനും അവിടെ ഒരു വീടുണ്ട്. അങ്ങ് അവിടേക്ക് പോകാൻ വേണ്ടിയൊക്കെ അടുത്ത കാലത്തൊക്കെ ശ്രമിച്ചിരുന്നോ? ഇല്ല, ഞാൻ സൂപ്രണ്ടായിട്ട് ചാർജ് എടുത്തപ്പോഴേ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹെഡ് ഓഫീസിലോ അല്ലെങ്കിൽ സുമാരുന്നാരോ ചെന്ന് പറയും നമ്മൾ ചാർജ് എടുത്തു എന്നുള്ള കാര്യം. കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടായിട്ട് ചാർജ് എടുത്ത കാര്യം പറയാൻ ഞാൻ തന്നെയാണ് പോയത്. അപ്പോൾ വാഴപ്പള്ളിയിലെ വീട്ടിലോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ വിളിക്കാനോ മറ്റോ എണ്ണ തേച്ചുകൊണ്ട് നിൽക്കുക. ചെന്ന് കയറിയിട്ട് മുഖത്ത് നോക്കാതെ തിരിഞ്ഞ് അങ്ങോട്ട് നിന്നുകൊണ്ട് സംസാരിക്കും. എന്താ വന്നത്, അവന് ചാർജ് എടുത്താൽ പറയാൻ വന്നതാണ്. എന്ത് വേണമെന്നോ അല്ലെങ്കിൽ എന്താണെന്നൊന്നും സംസാരിക്കാതെ വിശദമായിട്ട് കുഴമ്പം തേച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക ഈ സുകുമാരൻ നായർ. ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ട് ഞാനെനിക്ക് പോന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കേണ്ടതാണ്, പരിഗണന നൽകേണ്ടതാണ്. എന്താണ് ഇങ്ങനെ ഈ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് ഈ പരിഗണനയൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ കുടുംബത്തിലെ എല്ലാ ആൾക്കാരും വിദ്യാഭ്യാസമുള്ളവരാണ്. അവരെല്ലാം അപ്പൂപ്പൻ്റെ സമയത്ത് തന്നെ എൻ്റെ അമ്മ കാലിക്കട്ട് ട്രെയിനിങ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടിരിക്കുമ്പം അപ്പൂപ്പ പറഞ്ഞിട്ടാണ് അമ്മ NSS കോളേജിൽ വന്ന് ജോയിൻ ചെയ്തത്. അമ്മ രാജിവെച്ച വഴിയിൽ വന്നത് അമ്മയുടെ നേരെ അനിയത്തിയ ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ. അപ്പം പിന്നീടുള്ള ഞാൻ മെഡിക്കൽ കോളേജിൽ, എൻ്റെ അനിയന് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനത്തിൽ തന്നെയായിരുന്നു ആദ്യം വലിയ ജോലി. ഇളയ അനിയൻ പുറത്ത് പോയിരുന്നു. ബാക്കി എല്ലാ ആൾക്കാരും കുഞ്ഞമ്മ ട്രിവാൻഡ്രത്തുള്ള കുഞ്ഞമ്മ MG കോളേജിലെ ഹിന്ദി പ്രൊഫസറായിരുന്നു. ആ കുഞ്ഞമ്മയുടെ മകനാണ് വിജയകുമാർ എന്ന് പറഞ്ഞ് അന്ന് ഈ സുമാരനെ വിളിച്ച് ബന്ധപ്പെടാൻ ശ്രമിച്ചത്. അവരെല്ലാം പിന്നെ ഒരു കുഞ്ഞമ്മ ചങ്ങനാശ്ശേരിയിലെ ടീച്ചറായിട്ട് അവരെല്ലാം ഈ ജോലിയിലിരിക്കുന്ന സമയത്ത് ഈ അപ്പൂപ്പൻ്റെ ചടങ്ങുകൾക്കൊക്കെ അവർ ചെല്ലണമെന്ന് കമ്പൽസറിയാണ്, പോകുമായിരുന്നു. അതിന് ശേഷം ഇതങ്ങ് പതുക്കെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഒരു പ്രസൻസ് അവർക്ക് ആവശ്യമില്ലെന്നുള്ള ബോധ്യപ്പെടുത്താനുള്ള ശ്രമം അവിടെ നിന്ന് നടക്കുന്നതായിട്ടും നമ്മളെ ചെല്ലുന്നത് ഒരു വിരസത, ഒരു അവർക്ക് ഇഷ്ടമല്ല എന്നുള്ള ബോധ്യപ്പെട്ടപ്പോൾ അത് ഒഴിവാക്കി തുടങ്ങി. മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന വലിയ വ്യക്തിത്വം അറിയാമല്ലോ. വർഷങ്ങളായിട്ട് പിടിയേരി വാങ്ങിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ ഊട്ടി വളർത്തിയത്. ഇന്ന് ഈ കാണുന്ന ഇത്രയും കോടിക്കണക്കിന് ആസ്തിയെല്ലാം ഉണ്ടാക്കിയത് അദ്ദേഹം അതുപോലെ കഷ്ടപ്പെട്ടാണ്. അത് സമുദായത്തിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം അത് ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ നമ്മൾ ഈ കണ്ട പോലെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതാണ്. കാരണം അവർക്ക് അവിടെ ഇപ്പോൾ ഒരു പുഷ്പാർച്ചന പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് വളരെയേറെ വേദന ഉണ്ടാക്കുന്നു. അപ്പം അവർക്കതാണ് വിഷമെങ്കിൽ സാധാരണക്കാരെ ഞങ്ങളുടെ അവസ്ഥ എന്താണ്? സാധാരണക്കാരെ നായന്മാർക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം അവിടെ കയറാൻ പറ്റും. അല്ലാതെ ഒരു കാരണവശാലും അവിടെ പോയിട്ടൊന്ന് പുഷ്പാർച്ചന നടത്താനോ മറ്റു കാര്യങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ മാറിക്കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം. അത് മറ്റാരെയും ദ്രോഹിക്കാനോ മറ്റ് സംവിധാനങ്ങളൊന്നുമല്ല. ഞങ്ങളുടെ ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കുക. ഈ നായന്മാരിങ്ങനെ വിട്ടുകിടക്കുന്ന നായന്മാരെല്ലാം, കാരണം ഈ മൂല്യച്യുതി ഉണ്ടായിക്കൊണ്ടിരിക്കുക നായന്മാർ. കാരണം ഒരു നേതാവെന്ന് പറഞ്ഞ ഒരു ആളായിട്ട് ഇപ്പോൾ കാണുന്നില്ല. കാരണം സ്വന്തം കാര്യം നോക്കുന്നൊരു സംവിധാനത്തേക്ക് മറ്റുള്ള സംവിധാനം മാറുമ്പോഴത്തേക്ക് സാധാരണക്കാരും ജനങ്ങൾക്ക് ഒരു നീതി കിട്ടാത്തൊരവസ്ഥ വരുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് ആരുമില്ല. നായന്മാരെല്ലാം ഒറ്റപ്പെട്ടു പോകും. മന്നത്ത് പത്മനാഭൻ ആചാര്യൻ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെയൊക്കെ അത് ഉയർത്തിക്കൊണ്ടുവരും. തീർച്ചയായിട്ടും ആ മൂല്യങ്ങൾ ഇനിയും ജനങ്ങളിലേക്ക് കൂടുതൽ മറന്നുപോയ ആൾക്കാരെ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കുടുംബത്തെ ചേർത്ത് പിടിക്കും. തീർച്ചയായിട്ടും കുടുംബങ്ങളെ ചേർത്ത് പിടിക്കും. ഇദ്ദേഹത്തെ മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ചേർത്ത് പിടിക്കും. മന്നത്തിൻ്റെ പത്മനാഭൻ്റെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കും. അതോടൊപ്പം തന്നെ മറ്റു സാധാരണക്കാരായ നായർ അതോറിറ്റിപ്പെട്ട ആൾക്കാരെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. ഞങ്ങളുടെ ലക്ഷ്യം അത്രേ ഉള്ളൂ. ഈ നായർ അച്ചീവേഴ്സ് സമ്മേളനം നടന്നപ്പോഴാണ് താങ്കൾ ഇക്കാര്യം പറഞ്ഞത്?
അത് ഡിസംബർ 28 നടന്ന ഐക്യവേദി സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പങ്കെടുക്കാൻ സമ്മതിച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോഴും അവിടെ വന്ന ആളുകളെയൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്തിനാണ് വന്നതെന്ന് അവരൊന്ന് ബോധ്യപ്പെടാമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിലും എൻ്റെ കുടുംബാംഗങ്ങളുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ ഇതൊക്കെയാണ് എന്നും അത് കറക്റ്റ് ചെയ്യാനും മാറ്റം വരുത്താൻ ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നെന്നും അപ്പോൾ ഒരു മനസ്സിലുണ്ടായിരുന്ന ആശയങ്ങൾ ഇതൊക്കെയായിരുന്നു. അതിൽ നിന്ന് ഇപ്പോഴത്തെ NSS നേതൃത്വം വ്യതിചലിച്ച് പോവുകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നും ആ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു. അപ്പൂപ്പനെക്കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങേക്ക് എന്താണ് ഇപ്പോൾ മനസ്സിലുള്ളത്? എൻ്റെ മനസ്സിൽ ഞാൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഹെഡ് ഓഫീസ്, ഇപ്പം കാണുന്ന ഹെഡ് ഓഫീസിൻ്റെ ഇപ്പുറത്തൊരു വെയിറ്റ് ആളുകൾ അതിഥി മന്ദിരമുണ്ട്. അതിന് മുമ്പിലൊരു തണൽ മരമുണ്ട്. അവിടെ ഒരു കസേരയുടെ ഇരിക്കും. അപ്പോൾ ഞാൻ കോളേജിലോട്ട് പോകുമ്പം അപ്പൂവിന് മുമ്പിൽ കൂടെ പോകും. അപ്പോൾ എന്തെങ്കിലും തമാശയൊക്കെ അപ്പൂവിന് എന്നോട് പറയും. ഇത് കൂടാതെ എല്ലാ ആഴ്ചയിലും അപ്പോൾ ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് കുടുംബത്തിൽ ലക്ഷ്മി സദനത്തിൽ ഇപ്പം NSS ഈ മന്നം റോഡിൻ്റെ അപ്പുറത്തുള്ള കുടുംബത്തിൽ വന്നിരിക്കും, മൽഗോമാവിൻ്റെ തണലിൽ. അപ്പം നമ്മുടെ കുടുംബത്തിലെ ബന്ധുക്കളെല്ലാം അപ്പം ഇടം തന്ന് സംഭാഷണം നടത്തും. ആ സമയത്ത് ഓരോ കാര്യങ്ങളും വളരെ വിശദമായിട്ട് അദ്ദേഹം സംസാരിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഓർമ്മകൾ കൂടാതെ എനിക്ക് ഏറ്റവും ഓർക്കുന്ന ഒരു കാര്യം, അപ്പൂപ്പൻ്റെ ഒരു ഡ്രൈവറുണ്ട് നാരായണനൊക്കെ പറഞ്ഞു, എനിക്ക് അപ്പൂപ്പനെ പോണ്ടിയാക്ക് കാറിൽ നിന്ന് കയറിയേക്കാളാം. അതിന് തന്നെ ഞാൻ പറയാമല്ലോ, ഇദ്ദേഹത്തിൻ്റെ അടുത്ത പ്രാവശ്യം തിരുവനന്തപുരത്തിന് പോകുമ്പോൾ കറ്റച്ചക്കോണമെന്ന് അപ്പം പറയുന്ന കേശവാസത്തിനും കറ്റച്ചക്കോണത്തിന് പോകുമ്പം മോനെ കൂടെ കൊണ്ടുപോകാൻ പറയാം. അങ്ങനെ പറഞ്ഞും അമ്മയോടൊക്കെ നേരത്തെ പറഞ്ഞ് അനുവാദം മേടിച്ചു. ഞാൻ അപ്പൂപ്പൻ്റെ അവിടെ പോയി ഒരു ദിവസം താമസിച്ച് പിറ്റേ ദിവസം വന്നു. പിന്നെ അല്ലാതെ ഞാൻ അപ്പൂപ്പനോട് ഈ ആതുരദ സ്വാമിയുടെ ജന്മദിനമുണ്ട്, അത് വലിയ ആഘോഷമായിട്ട് നടത്തും. അപ്പോൾ അപ്പൂപ്പനില്ല, പക്ഷേ അമ്മൂമ്മ കൂടെ വരും. ആ കൂട്ടത്തിൽ ഞാൻ ആതുരദ സ്വാമിയുടെ അവിടെ എല്ലാ വർഷവും പോകുമായിരുന്നു. പിന്നെ NSSൻ്റെ സ്ഥാപനങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രയാസമുള്ള ആ പന്തളത്തെ മെഡിക്കൽ മിഷനാണ്. അവിടെ ഇരുന്നത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പീഡിയാട്രിഷ്യനായിരുന്നു, ഡോക്ടർ രമേശ്. ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. അതെല്ലാം നാനാവിധമായിപ്പോയി. NSSന് ഒരു നല്ലൊരു ഹോസ്പിറ്റൽ വർഷങ്ങൾക്ക് മുമ്പ് 1965 കാലഘട്ടത്തിൽ മുതൽ അന്തസ്സായിട്ട് നടത്തിക്കേണ്ടത് വലിയൊരു സ്ഥാപനമാണ്. അത് അനാഥമായിട്ട് ഇപ്പോൾ കിടക്കുകയാണ്. അതുകൂടാതെ എസ്റ്റേറ്റുകളുടെ കാര്യത്തിലാണെങ്കിൽ പലതും നഷ്ടപ്പെട്ടു. കോളേജിൽ വ്യാസ കോളേജ് വിറ്റു, അവർക്ക് കൊടുത്തെന്ന് പോലും മീറ്റിങ്ങുകൾക്ക് എല്ലാം വ്യക്തമായിട്ട് ആക്കിയിട്ടില്ല. പിന്നെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. എന്താണ് ആളുകളൊക്കെ ബോധ്യപ്പെടുത്താനോ കണക്കുകളെ പറ്റി വ്യക്തമാക്കാനോ ആർക്കും യാതൊരു ഉത്തരവാദിത്വമില്ല. പിന്നെ അന്ന് ഉണ്ടാക്കി വെച്ച അപ്പൂപ്പൻ്റെ കാലത്തുണ്ടാക്കിയ കോളേജുകളും സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളെല്ലാം പലതും കുറഞ്ഞിട്ടല്ലാതെ ഒരെണ്ണം കൂടെ കൂട്ടാൻ ഈ ഇന്നത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ആളുകളെ ഒന്നിച്ച് നിർത്തുന്നു. NSS സ്ഥാപനം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താനുള്ള ചില മിനുക്ക് പണികളൊക്കെ ചെയ്യുന്നു. പിന്നെ നായന്മാർക്കൊരു സ്ഥാപനമുണ്ടെന്നും രാഷ്ട്രീയ ശക്തികളുമായിട്ട് വിലപേശാനിൽ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിക്കാനും അദ്ദേഹത്തിന് അറിയാം. അതല്ലാതെ സാംസ്കാരിക മണ്ഡലത്തിലോ അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്തോ വേണ്ട പാവങ്ങളെ സഹായിക്കാനുള്ള ഏതെങ്കിലും ചാരിറ്റി പ്രവർത്തനത്തിനോ NSS ശക്തമായി മുന്നോട്ട് വരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മുതിർന്ന ആളാണല്ലോ താങ്കൾ. അപ്പം കുടുംബാംഗങ്ങൾ പുതുതലമുറയൊക്കെ ആവശ്യപ്പെടാറില്ല അവിടെ പോകാൻ. അപ്പം അങ്ങ് എന്താണ് പറയുന്നത്? എന്നോട് ഒരിക്കലും ആരും അങ്ങനെ ചോദിക്കത്തില്ല. അവർക്കെല്ലാം ബോധ്യമാണ് ഞാൻ എന്താ പോകാത്തതെന്നും. ഞാനെല്ലാ സാമൂഹിക രംഗങ്ങളും നന്നായി പ്രവർത്തിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ സക്ഷമി എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ കേരള ഘടകത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഈ അംഗ പരിമിതിയുള്ളവർ, അന്ധർ, കഴിവില്ലാത്തവർ, അതുകൂടാതെ ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അവരെയൊക്കെ പുനരുദ്ധാരണം നടത്തുന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. 14 കൊല്ലം ഞാൻ സേവാഭാരതി വർക്ക് ചെയ്തു. സേവാഭാരതി വൈസ് പ്രസിഡൻ്റായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ സക്ഷമയിലോട്ട് പോകാൻ അവർ നിർദ്ദേശിച്ചത്. അതൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാകുന്ന ആ സന്തോഷം NSSന് ഒരിക്കലും കിട്ടുന്നില്ല. NSSന് അതിൻ്റെ 10 ഇരട്ടി ചെയ്യാവുന്ന ആസ്തിയോ അല്ലെങ്കിൽ ആളുകളോ കൂടുണ്ട്. പക്ഷേ ആ ഭാഗങ്ങളൊട്ടും ചിന്തിക്കാനും ഇപ്പോഴത്തെ ഭരണ സാരഥികൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.
മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ ചില ആളുകൾ, പല ആളുകൾ എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ NSSുമായിട്ട് ഒരു മത്സരം ഞങ്ങളാരുമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ NSS സ്ഥാപനത്തിനെ നാനാവിധമാക്കാൻ വേണ്ടി കുടുംബത്തിൽപ്പെട്ട ഞങ്ങളാരും മുന്നോട്ട് വരില്ല. പക്ഷേ നന്നായിട്ട് വരാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും. അങ്ങനെ പല കൂട്ടരും വന്നു. സൂര്യനാരായണൻ എന്ന് പറഞ്ഞ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് 500 പേര് അംഗങ്ങളെല്ലാം ഒരു ഗ്രൂപ്പ് വന്നു. അവരോട് ഞാൻ അതിനകത്ത് ചേർന്നു. പക്ഷേ ആക്റ്റീവായിട്ടൊന്നും പങ്കെടുക്കാൻ പോകുന്നില്ല. അവരെന്താ ചെയ്യാൻ പോകുന്നതെന്നോ അല്ലെങ്കിൽ NSSൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനത്തിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള നടപടിയൊന്നും അതിൽ കാണുന്നില്ല. പിന്നെ വേറൊരു മുതിർന്ന ആൾ എന്നോട് ഉപദേശിച്ചു, ഇപ്പം നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത് വലിയ അർത്ഥമില്ല. പക്ഷേ അതിനകത്ത് NSSനകത്ത് ഉള്ളിൽ കടന്ന് ചെന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഒരു ശക്തമായ ഒരു പ്രതിരോധം നിർമ്മിക്കാൻ ഉള്ളൊരു പ്രവർത്തനം കൊണ്ട് മാത്രമേ NSSനെ രക്ഷിക്കാൻ കഴിയൂ. അല്ലാതെ പുറത്ത് വേറൊരു സംഘടന ഉണ്ടാക്കി ഇതിനെതിരായിട്ട് പ്രവർത്തിക്കൽ ഒരു കാര്യമില്ല. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഇപ്പോഴത്തെ ആളുകളോടെല്ലാം സംസാരിച്ചു. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ പല ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ സംഘടനയുടെ ആൾക്കാരോട് അവരെ എതിർക്കുന്നതിലോ അവർക്കെതിരായിട്ട് ഒരു ജനരോഷം സംഘടിപ്പിക്കലോ ഒന്നും നമുക്ക് താല്പര്യമില്ല. പക്ഷേ അപ്പൂപ്പൻ്റെ വർഷങ്ങളായിട്ട് പ്രയത്നിച്ച ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടാക്കിയ ഈ സംഘടന വളർന്നു വലുതാകണമെന്നാൽ ആത്മാർത്ഥമായ ആഗ്രഹം മാത്രമേ ഞങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്കൊക്കെ ഉള്ളൂ.